ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ബുധനാഴ്ച 2026 ഓഗസ്റ്റ് 19. ഇന്ന് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ സപ്തമി തിഥിയാണ്. സപ്തമി തിഥി പുതിയ കാര്യങ്ങൾ തുടങ്ങാനും വിജയത്തിനും വളരെ ഉത്തമമാണ്. സ്വാതി നക്ഷത്രമാണ് ഇന്ന്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾക്കും അവസരങ്ങൾക്കും വഴിയൊരുക്കുന്നു. രാവിലെ 3:22 വരെ ശുക്ലയോഗമുണ്ട്. ഇത് മനസമാധാനവും സന്തോഷവും നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 6:05 സൂര്യാസ്തമയം വൈകുന്നേരം 6:57 ഉച്ചയ്ക്ക് 12:31 മുതൽ 2:07 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 മുതൽ 12:56 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19, 2026 ബുധനാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 7-ാം ഭാവത്തിൽ തുലാം രാശിയിൽ സ്വാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്നത്തെ ഗ്രഹനില അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ അമിതമായ മത്സരബുദ്ധിയും ദേഷ്യവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾ വലിയ ഊർജ്ജസ്വലതയോടെ കാണപ്പെടുമെങ്കിലും ഈ ഊർജ്ജം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ദോഷകരമായി മാറിയേക്കാം. തുലാം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം മൂലം ബന്ധങ്ങളിൽ ചെറിയ ഉരസലുകൾ ഉണ്ടായേക്കാം. അതിനാൽ ആരോടും സംസാരിക്കുമ്പോൾ അമിതമായി ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഹങ്കാരം ഇന്ന് നിങ്ങളുടെ വിജയത്തിന് തടസ്സമായേക്കാം. അതിനാൽ വിവേകത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാടുപെട്ടേക്കാം. അതിനാൽ അനാവശ്യമായ കളികളിൽ ഏർപ്പെടാതെ പഠനത്തിൽ ശ്രദ്ധിക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. വീട്ടമ്മമാർ ഇന്ന് അടുക്കളയിലോ വീട്ടുജോലികളിലോ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ആലോചിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം ഏറ്റവും ഉത്തമമാണ്. ഇന്ന് വൈൻ റെഡ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ പ്രകൃതിയുമായി സമയം ചെലവഴിക്കുന്നതും ധ്യാനിക്കുന്നതും നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് ശാന്തത പാലിക്കുന്നത്? കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചെറിയൊരു സംഭാവന പോലും ഞങ്ങളെ സഹായിക്കും. അതിനാൽ QR കോഡ് വഴി പിന്തുണയ്ക്കുക. പ്രിയപ്പെട്ട ഇടം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 നിങ്ങൾക്ക് വളരെ സർഗാത്മകവും ചിന്താപരമായതുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 6-ാം ഭാവത്തിൽ തുലാം രാശിയിൽ സ്വാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ കന്നി രാശിയിലായതിനാൽ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ഇന്ന് കൂടുതൽ ശ്രദ്ധ ചെലുത്തും. നിങ്ങളുടെ ഉൾവിളി ഇന്ന് വളരെ ശക്തമായിരിക്കും. ഇത് സങ്കീർണമായ കാര്യങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങൾ പോസിറ്റീവ് എനർജി നിറഞ്ഞവരായിരിക്കും. അതിനാൽ ഈ ഊർജം ഉപയോഗിച്ച് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങളെ ബലികഴിക്കരുതില്ല. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:15 വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം.
ക്രീം നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വിവിധ മേഖലകളിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് നല്ല ദിവസമാണ്. സ്വാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമ അത്യാവശ്യമാണ്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ജോലിസ്ഥലത്തും ബിസിനസ്സിലും നിങ്ങളുടെ കൃത്യതയ്ക്ക് അംഗീകാരം ലഭിക്കും. എന്നാൽ ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇടവേളകളിൽ വിശ്രമിക്കുക. മുതിർന്ന പൗരന്മാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ജാഗ്രത. ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്, പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത്. രാഹുവിൻ്റെ സ്വാധീനം നിങ്ങളുടെ വികാരങ്ങളെ അസ്ഥിരപ്പെടുത്തിയേക്കാം. അതിനാൽ മനസ്സ് ശാന്തമാക്കാൻ ധ്യാനിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് തീറ്റയോ വെള്ളമോ നൽകുക. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ഇന്നത്തെ ജ്യോതിഷ ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയം നേടാൻ ഏറ്റവും അത്യാവശ്യമായത് എന്താണ്? കഠിനാധ്വാനമോ അതോ ഭാഗ്യമോ? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനുള്ള ദിവസമാണ്. ചന്ദ്രൻ തുലാം രാശിയിൽ സ്വാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ദിവസമാണിത്. എന്നാൽ ചൊവ്വ നിങ്ങളുടെ രാശിയിൽ ആർദ്ര നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ സംസാരത്തിൽ അല്പം ശ്രദ്ധ വേണം. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരമുണ്ട്. ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾക്ക് പുതിയ സൗഹൃദങ്ങൾ ലഭിക്കും. ഗൃഹിണിമാർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് നേട്ടങ്ങളുടെ ദിവസമാണ്. എന്നാൽ മേലധികാരികളുമായി തർക്കിക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹന പ്രശ്നങ്ങൾ വരാതെ നോക്കുക. ഇന്ന് ധ്യാനം ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ഒരു പുണ്യകർമ്മമായി ഇന്ന് ആർക്കെങ്കിലും ചെറിയ സഹായം ചെയ്യുക. എൻ്റെ ഒരു ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന കാര്യം എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, QR കോഡ് വഴി പിന്തുണയ്ക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 4-ാം ഭാവത്തിൽ തുലാം രാശിയിൽ സ്വാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. സ്വാതി നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവായതിനാൽ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുവരാം. എങ്കിലും ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങളെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം ഇന്ന് നിങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബുധൻ നിങ്ങളുടെ രാശിയിൽ ആയില്യം നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ സംസാരത്തിൽ വളരെ ശ്രദ്ധ വേണം. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പഴയ സുഹൃത്തുക്കളെ ബന്ധപ്പെടാൻ ഇന്ന് വളരെ നല്ല ദിവസമാണ്. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇന്ന് വെള്ളനിറം മാനസികം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. ഒരു പുണ്യകർമ്മമായി ഇന്ന് അർഹരായവർക്ക് പാൽ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ സർഗാത്മകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. യുവാക്കൾ ഇന്ന് പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാൻ ശ്രമിക്കണം. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് ഇന്ന് ആരുമായും തർക്കത്തിന് നിൽക്കരുത്. മുതിർന്നവർ ഇന്ന് ദഹനസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാണ്? അവരുടെ പേര് വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി ചാനലിനെ പിന്തുണയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും.
സൂര്യൻ നിങ്ങളുടെ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ മകം നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടാകും. ചന്ദ്രൻ തുലാം രാശിയിൽ സ്വാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാമൂഹികമായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ സജീവമാകും. പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ അല്പം മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് ജോലി ചെയ്യാതെ ഒരു ദിവസം അവധിയെടുത്ത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തേക്കാൾ ഉപരി നല്ല പുസ്തകങ്ങൾ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് സാമൂഹികമായ ഒത്തുചേരലുകൾ ഉണ്ടാകും. എന്നാൽ രാഹുവിൻ്റെ സ്വാധീനം മൂലം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സംസാരിക്കുക. ഗൃഹിണിമാർക്ക് വീടിൻ്റെ അന്തരീക്ഷം മനോഹരമാക്കാനും കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കുവയ്ക്കാനും പറ്റിയ ദിവസമാണ്. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ദിവസമല്ല. കാരണം ബുധൻ്റെ സ്ഥാനം മൂലം തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സന്ധിവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയാണ് നിങ്ങൾക്ക് ശുഭസമയം. ഇന്ന് കടും നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യം നൽകും. ഇന്നാരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിവസമാണ്. ചന്ദ്രൻ തുലാം രാശിയിലും സ്വാതി നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ശനിയുടെയും ബുധൻ്റെയും ഗ്രഹനില പരിശോധിക്കുമ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത് എന്ന് കാണുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്ന് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായേക്കാം. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതൽ എടുക്കുക. വിശ്രമത്തിന് സമയം കണ്ട് ഇന്ന് ഇളം പച്ച നിറം നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. വൈകുന്നേരം 5 മുതൽ 7 വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശനിയുടെ സ്വാധീനം മൂലം കാര്യങ്ങൾ നടക്കാൻ അല്പം താമസം നേരിട്ടേക്കാം. അതിനാൽ ക്ഷമ പാലിക്കുക. ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ്സുകാർ ഇന്ന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഗുണം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ പിന്തുണയ്ക്കാൻ സംഭാവന നൽകുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19, 2026 ബുധനാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയായ തുലാം രാശിയിലും സ്വാതി നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇന്ന് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറും. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം ഇന്ന് പ്രശംസയുടെയും അംഗീകാരത്തിന്റെയും രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരുകയും ആളുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഈ വിജയം നിങ്ങളുടെ അഹങ്കാരത്തിന് കാരണമാകരുത്. സ്വാതി നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളെ അല്പം അസ്ഥിരമാക്കിയേക്കാം. അതിനാൽ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. സ്വാതി നക്ഷത്രത്തിന്റെ നാഥൻ രാഹു ആയതിനാൽ പുതിയ കാര്യങ്ങൾ പഠിപ്പൊക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം തോന്നും. എന്നാൽ ശ്രദ്ധ തെറ്റാതെ നോക്കണം. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എന്നാൽ ഓർക്കുക, ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. കാരണം ദേഷ്യത്തിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളും സ്വന്തം താൽപ്പര്യങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ പാലിക്കാൻ സാധിക്കും. വീടിനുള്ളിലെ അന്തരീക്ഷം വളരെ സന്തോഷകരമായിരിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വിജയത്തിന്റെ ദിവസമാണ്. നിങ്ങളുടെ ജോലിയെ എല്ലാവരും അഭിനന്ദിക്കും.
എന്നാൽ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വിനയം കാണിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ശനിയുടെ സ്വാധീനം മീനം രാശിയിലായതിനാൽ സന്ധിവേദനയോ ദഹനപ്രശ്നങ്ങളോ അവഗണിക്കരുത്. കൃത്യമായ വ്യായാമവും നടത്തവും ഇന്ന് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. സൂക്ഷിക്കാൻ ഇന്ന് ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ ജോലിയിൽ മറ്റുള്ളവരുടെ അനാവശ്യ ഇടപെടലുകൾ അനുവദിക്കരുത്. എന്നാൽ വിനയം കൈവിടരുത്. ഇന്ന് പിങ്ക് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3:30 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ 7 മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് അല്ലെങ്കിൽ വിദഗ്ധന്റെ ഉപദേശപ്രകാരം നീലക്കല്ല് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മാനസിക ശാന്തി നൽകും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ മുന്നേറാൻ കഠിനാധ്വാനമാണോ അതോ ശരിയായ സമയം എടുക്കുന്ന തീരുമാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച. ചന്ദ്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് മാനസികമായ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ആത്മവിശ്വാസം കുറയുന്നതായി തോന്നിയേക്കാം. എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചേക്കാം. അതിനാൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചുനിൽക്കുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യുവജനങ്ങൾ പ്രണയബന്ധങ്ങളിൽ അമിതമായി വൈകാരികമാകാതെ വസ്തുതകൾ മനസ്സിലാക്കി മുന്നോട്ടു പോകുക. ഗൃഹിണിമാർ ഇന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുക. ബിസിനസ്സിലും ജോലിസ്ഥലത്തും ഇന്ന് ആരുമായും തർക്കത്തിന് നിൽക്കരുത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. വൈൻ റെഡ് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശാന്തമായ സംഗീതം കേൾക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകും. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനലിനെ പിന്തുണയ്ക്കാൻ QR കോഡ് ഉപയോഗിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച നിങ്ങൾക്ക് ജോലിഭാരവും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 11-ാം ഭാവത്തിൽ തുലാം രാശി സ്വാതി നക്ഷത്രത്തിലാണ്. ജോലിസ്ഥലത്ത് ഇന്ന് നിങ്ങൾ വളരെ തിരക്കിലായിരിക്കും. നിശ്ചയിച്ച സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ മാനസികമായി തയ്യാറായിരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം ഏത് തടസ്സത്തെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസമായിരിക്കും. അതിനാൽ ധ്യാനം ശീലിക്കുക. യുവജനങ്ങൾ ഇന്ന് പ്രണയബന്ധങ്ങളിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. സംസാരത്തിൽ മാധുര്യം സൂക്ഷിക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളുടെ തിരക്ക് കൂടും. എങ്കിലും കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഉച്ചയ്ക്ക് 3 മുതൽ 6 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സന്ധിവേദനയോ ദഹനപ്രശ്നങ്ങളോ അവഗണിക്കരുത്. ഇന്ന് ആർക്കെങ്കിലും നന്ദി പറയുകയോ കൃതജ്ഞത പ്രകടിപ്പിക്കുകയോ ചെയ്യുക. ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കത്തിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് ദേഷ്യം നിയന്ത്രിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾക്കായി ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ QR കോഡ് വഴി പിന്തുണയ്ക്കുക. സാധ്യമല്ലെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്നിവ ചെയ്യുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് തുലാം രാശിയിൽ സ്വാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് പുതിയ ഉന്മേഷവും ഊർജവും അനുഭവപ്പെടും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. സ്വാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം നിങ്ങളെ മാനസികമായി ശാന്തനും സുരക്ഷിതനുമാക്കും. ഇന്നത്തെ ജോലികൾ കൃത്യമായി ആസൂത്രണം ചെയ്താൽ
ദിവസാവസാനം നിങ്ങൾക്ക് വലിയ സംതൃപ്തി ലഭിക്കും. ഒരു പ്രധാന മുന്നറിയിപ്പ്: ഇന്ന് ഉച്ചയ്ക്ക് 3:15 ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മാറ്റിവെക്കരുത്. കാരണം അതിനുശേഷം ഗ്രഹനില അല്പം ദുർബലമാകാൻ സാധ്യതയുണ്ട്. രാഹുവിൻ്റെ സ്വാധീനം മൂലം നിങ്ങളുടെ ദിനചര്യകളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ക്ഷമയോടെയിരിക്കുക. വിവിധ മേഖലകളിൽ ഉള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ ദിവസം സഹായിക്കും. സ്വാതി നക്ഷത്രം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ആശയവിനിമയത്തിന് അനുകൂലമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇന്ന് ശ്രമിക്കുക. ഗൃഹിണിമാർക്ക് വീട്ടുജോലികൾ ക്രമീകരിക്കാൻ ഇന്നത്തെ ദിവസം നല്ലതാണ്. വീടിൻ്റെ അന്തരീക്ഷം സന്തോഷകരമാക്കാൻ ഇന്ന് കടും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുരോഗതിയുടെ ദിവസമാണ്. നിങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കും. എങ്കിലും മേലധികാരികളോട് സംസാരിക്കുമ്പോൾ വിനയം കാണിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സന്ധിവേദനയോ ദഹനപ്രശ്നങ്ങളോ അവഗണിക്കരുത്. ഇന്നത്തെ പുണ്യകർമ്മം: ഇന്ന് അർഹരായവർക്ക് വെള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ ദാനം ചെയ്യുക. ഇത് രാഹുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇന്നത്തെ ഒരു ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇന്ന് തർക്കങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഇത് നിങ്ങളുടെ മാനസിക സമാധാനത്തെ ബാധിച്ചേക്കാം. സുഹൃത്തുക്കളെ, ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 19 ബുധനാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 9ാം ഭാവമായ തുലാം രാശിയിൽ സ്വാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പറ്റിയ ദിവസമാണിന്ന്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങളുടെ കുടുംബം മാത്രമേയുള്ളൂ എന്ന് ഇന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളോടുള്ള സ്നേഹം തിരിച്ചറിയാൻ അവർക്ക് വേണ്ടി കുറച്ചുകൂടി സമയം ചെലവഴിക്കുക. ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ഉള്ളതിനാൽ കാര്യങ്ങൾ തിടുക്കത്തിൽ ചെയ്യാതെ ക്ഷമയോടെ പൂർത്തിയാക്കുക. ശ്രദ്ധിക്കുക: ഇന്ന് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം സ്വാതി നക്ഷത്രത്തിലെ ചന്ദ്രൻ സംസാരത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് ഇന്ന് ആരെയും അന്ധമായി വിശ്വസിക്കരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ സംയമനം പാലിക്കുക. വീട്ടമ്മമാർ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. മുതിർന്നവർ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിലെ മുതിർന്നവരുടെ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുക. ഇത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ സമയത്ത് നിങ്ങളെ പിന്തുണച്ച വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 19 നിങ്ങൾക്ക് മാനസിക ശാന്തിയും ആത്മപരിശോധനയും നിറഞ്ഞ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 8ാം ഭാവത്തിൽ തുലാം രാശിയിലും സ്വാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം കർക്കടക രാശിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആത്മീയ കരുത്ത് നൽകുന്നുണ്ടെങ്കിലും മീനം രാശിയിലെ ശനിയുടെ സാന്നിധ്യം ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വീടിന് പുറത്തിറങ്ങി പ്രകൃതിയുമായി സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് തോന്നും. ഇത് നിങ്ങളുടെ മനസ്സിലെ പഴയ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കാനും സ്വയം തിരിച്ചറിയാനുമുള്ള ദിവസമാണ്. കുടുംബത്തെ ഏതെങ്കിലും പാർക്കിലേക്കോ പൊതുസ്ഥലത്തേക്കോ കൊണ്ടുപോകുക. അവിടെ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കാൻ സഹായിക്കും. വിവിധ മേഖലകളിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് സമ്മിശ്ര ഫലമാണ്. സ്വാതി നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളുടെ ഭാവനയെ ഉണർത്തുമെങ്കിലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ പ്രത്യേക പരിശ്രമം നടത്തേണ്ടിവരും.
ഇന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുൻപ് പഴയ പാഠങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് സംയമനം അത്യാവശ്യമാണ്. ആരുമായും തർക്കിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഇന്ന് ആർക്കും വാക്ക് നൽകുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കുക. കാരണം രാഹുവിന്റെ സ്വാധീനം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയേക്കാം. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കായിരിക്കും. എങ്കിലും സ്വന്തം ആരോഗ്യത്തെ അവഗണിക്കരുത്. ഇന്ന് പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് തിടുക്കം ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം അതിനുശേഷം ചന്ദ്രന്റെ സ്വാധീനം അല്പം കുറയാം. ബിസിനസ്സിൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. മുതിർന്ന പൗരന്മാർ ഇന്ന് സന്ധിവേദനയോ വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അവഗണിക്കാതിരിക്കുക. ഇന്ന് കഴിയുമെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരം അല്പസമയം ശാന്തമായി ഇരിക്കുകയും ചെയ്യുക. ജാഗ്രത. ഇന്ന് ആരുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. ആർക്കും വലിയ തുക കടം കൊടുക്കരുത്. അല്ലാത്തപക്ഷം അത് തിരികെ ലഭിക്കാൻ വൈകിയേക്കാം. ഇന്ന് ഒരു പുണ്യകർമ്മമായി പക്ഷികൾക്ക് വെള്ളമോ ധാന്യമോ നൽകുക. ഇത് ശനിയുടെ നെഗറ്റീവ് സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. ഇന്നത്തെ ഒരു ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംഭാവനകൾ ഈ ചാനലിനെ കൂടുതൽ ശക്തമാക്കും. അതിനാൽ സാധിക്കുമെങ്കിൽ പിന്തുണയ്ക്കുക.